പക്ഷെ എനിക്കൊരു ഉറപ്പ് വേണം. എന്താ? ഇനി ഒരു കാരണവശാലും ഗൗതമിനോടോ ഗൗതമിന്റെ ആഡംബരങ്ങളോടോ ഏട്ടത്തിക്ക് ഒരു പ്രിയവും തോന്നില്ല എന്ന്. തോന്നില്ല. എന്താ കൽപ്പനെ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് മതിയായില്ലേ? ഓ, പിള്ളേര് രണ്ടും മനസ്സമാധാനത്തോടെ ജീവിക്കുന്നെന്ന് ആരെങ്കിലും പറഞ്ഞു കാണുമല്ലേ? അപ്പോ അതില്ലാതാക്കിയല്ലേ സമാധാനം ആവൂ? അതാവില്ല. അല്ല, മുത്തശ്ശിയെ തേടി വന്നാണ് ഏട്ടത്തി. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ ഔട്ടുവശം കൊണ്ട് കിടത്തിരുന്നാണല്ലോ. ഇപ്പൊ എന്താ നേരിട്ട് വന്നത്? മുത്തശ്ശിയെ കൊല്ലാൻ വേണ്ടിയാണോ? ആ, താൻ ആരെയും സൽക്കരിക്കുന്നത്? തന്നെ ഇത്രയും ദ്രോഹിച്ചൊരാൾ, മുത്തശ്ശിയെ പട്ടിണി കിട്ട് കൊല്ലാൻ ശ്രമിച്ച ആള്. എടോ, അങ്ങനെ ഒരാളെ സൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കെന്താ? മോളെ, വിഷപ്പാമ്പുകൾക്ക് പാല് കൊടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല, അവര് കൊത്തു. ഇതാണോ വന്ന ആള്? അതെ അമ്മേ. ഏട്ടത്തി പറയുന്നത് ശരിയാണെങ്കിൽ ചെറിയമ്മയുടെ ഉപദ്രവം സഹിക്കാതെ വന്നതാ ഏട്ടത്തി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അന്ന് നിങ്ങൾ മുത്തശ്ശിയെ അന്വേഷിച്ചു വന്നപ്പോ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നത് ഞാനല്ലേ? ആ നിമിഷം മുതൽ ദ്രോഹിക്കാൻ തുടങ്ങിയതാ ചെറിയമ്മ എന്നെ. വേറൊന്നുമില്ല. ഇപ്പൊ കണിമകലും ചെറിയമ്മയുടെയും ചെറിയച്ഛന്റെയും സ്വന്തം. അവിടെ എന്നെ പോലെ ഒരുത്തി ആവശ്യമില്ല. ഉർവശിയുടെ കൂടെ നടന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ കൂടെ കൂടെ ഞാൻ പറയുമായിരുന്നു, നിലത്ത് ചവിട്ടി നടക്ക് കൽപ്പനെ, അല്ലെങ്കിൽ വീഴ്ചയുടെ ആഘാതം വലുതായിരിക്കുമെന്ന്. ഓർമ്മയുണ്ടോ നിനക്ക്? എവിടുന്ന് മുത്തശ്ശി? ആ നേരത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇവരുടെയൊക്കെ തല കയറുമായിരുന്നോ? അഹങ്കാരമല്ലേ? ലോകം വെട്ടിപ്പിടിച്ചവരുടെ പോലെയുള്ള ഭാവവും. ശരിക്കും പറഞ്ഞാ ഈ വീടിനകത്തേക്ക് പോലും കേറ്റരുത് ഇവരെ ഒന്നും. വരുൺ, അങ്ങനൊന്നും പറയരുത്. ആത്മാർത്ഥമായ വിഷമത്തോടെ ഒരാളെ മുന്നിൽ വന്നു നിന്നാ അയാളെ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കണം. അല്ലാതെ അവിടെ വെച്ച് പകരം വീട്ടരുത്. മോള് പറഞ്ഞാലും കാര്യമുണ്ട്. എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലും വീട്ടിൽ വന്ന് അഭയം ചോദിച്ചതല്ലേ, അത് നിഷേധിക്കരുത്. മോളെ, ഏടത്തേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിക്കോളൂ. മോളെ രാധികെ, നിന്റെ മനസ്സ് മുത്തശ്ശിക്കറിയാം. പക്ഷെ അത്രത്തോളം നിഷ്കളങ്കമാണ് മറ്റുള്ളവരുടെ മനസ്സെന്ന് ഞാൻ പറയില്ല. സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപെട്ട അത് നല്ലതാ. അതിനിപ്പോ നമ്മളെവിടെയും പോകുന്നില്ലല്ലോ. രാധികെ, നമ്മുടെ മുറിയിലുണ്ട്. എന്തെങ്കിലും റോങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാ എന്നെ വിളിച്ചോ. തന്റെ മര്യാദ പരാജയപ്പെട്ട പിന്നെന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. മുത്തശ്ശിവ, മോളെ, ഭക്ഷണം വല്ലതും എടുക്കട്ടെ? ആ വേണമേ, ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല. എങ്കി വാ. ശരി ഏട്ടത്തി, ദാ പിടിക്ക്. വാ, അങ്ങോട്ടിരിക്കാം. കഴിക്കേ. എന്തിനാ മോളെ കരയുന്നേ? കണ്ണു തുടക്കേ. നന്നായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസങ്ങളായി അല്ലേ? അമ്മ, ഞാൻ പിന്നെ അതിന്റെ പേരിൽ ദൈവത്തിനോട് പരാതിയൊന്നും പറഞ്ഞില്ല. അമ്മയുടെ മോളെ ഞാൻ എത്രയോ ദ്രോഹിച്ചിട്ടുണ്ട്.
ഒരു ജന്മം മുഴുവൻ ശിക്ഷ കിട്ടിയാലും അതിന് പകരമാവില്ല. മോളെ, നീ ഈ പറയുന്നത് മനസ്സ് തട്ടിയിട്ടാണെങ്കിൽ അതിനേക്കാൾ വലിയ പ്രായശ്ചിത്തം ഇല്ല. ജീവിതം ഇനി ഒരുപാട് കാലം മുന്നിലുണ്ട്. തിരുത്താനുള്ളത് തിരുത്തണം. മുന്നോട്ട് പോകേണ്ടത് പോയേ പറ്റൂ. ഇന്ന് വരെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞു എന്നുള്ളത് കാര്യമാക്കണ്ട. നമ്മൾ നന്നായ അവരത് മാറ്റും. വരുണ്ട ചേട്ടന്റെ ഭാര്യ എന്ന് പറയുമ്പോ എനിക്ക് എന്റെ മൂത്ത മോളുടെ സ്ഥാനാ. അങ്ങനെ കാണാനേ ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ സംസാരിക്കേ. രാധികെ, ഗൗതമന്റെ കാര്യത്തിൽ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? മാർഗം ഞാൻ പറഞ്ഞുതരാം ഏട്ടത്തി. പക്ഷെ എനിക്കൊരു ഉറപ്പ് വേണം. എന്താ? ഇനി ഒരു കാരണവശാലും ഗൗതമിനോടോ ഗൗതമിന്റെ ആഡംബരങ്ങളോടോ ഏട്ടത്തിക്ക് ഒരു പ്രിയവും തോന്നില്ല എന്ന്. തോന്നില്ല. ഞാൻ കുറച്ച് പാഠങ്ങളൊന്നും അല്ല പഠിച്ചത്. എനിക്ക് എന്നെ തിരുത്തണം. എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് തിരിച്ച് സ്നേഹിക്കണം. രാധികയെക്കുറിച്ച് ആളുകൾ പറയുന്ന പോലൊന്നും വേണ്ട. എന്നാലും കൽപ്പന കുഴപ്പമില്ലാത്തൊരു പെണ്ണാണെന്ന് പറയുന്നൊരവസ്ഥയെങ്കിലും ഉണ്ടാവണം. സത്യം പറഞ്ഞ അതും വലിയൊരു തിരിച്ചറിവായിരുന്നു. നമുക്ക് കുറെ സമ്പത്തുണ്ട്, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ വലിയ വലിയ ആളുകളുണ്ടെന്ന് പറയുന്നതിനേക്കാൾ നമുക്കൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കണമെന്ന് മനസ്സുണ്ട്, ആളുകളുടെ ദയയുണ്ടെന്നൊക്കെ പറയുന്നത് ഒരുപാട് വലുതാ. ഞാൻ ഇനിയൊരു തെറ്റ് ചെയ്താൽ നിനക്ക് എന്നോട് ചോദിക്കാം. അതിനുള്ള അവകാശം കൂടി ഞാൻ നിനക്ക് തരാം. ശരി. എങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഏട്ടനോടെല്ലാം തുറന്ന് സംസാരിക്കാന്നുള്ളതാ. ഏട്ടത്തി പേടിക്കണ്ട. എല്ലാം അറിയുമ്പോ ഏട്ടൻ ഏട്ടത്തെ തള്ളി പറയില്ല. കാരണം ഞാൻ ആങ്ങളെന്ന് വിളിക്കുന്ന ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. രാധികേ, വേറെ മാർഗങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇത് തന്നെയാ. ഇതാവുമ്പോ എല്ലാ കേൾവിയും നിങ്ങൾ തമ്മിലാ, എല്ലാ ഉടമ്പടികളും നിങ്ങൾ തമ്മിലാ. ഏട്ടനൊരു നല്ല ജീവിതം ആഗ്രഹിക്കുന്ന ആളാ. അത് കൊടുക്കാൻ ഏട്ടത്തി തയ്യാറാണെങ്കിൽ ഏട്ടൻ കൈയും മനസ്സും നീട്ടി സ്വീകരിക്കും. ഏട്ടത്തിക്ക് വിശ്വസിക്കാം. ശരി മോളെ, ഞാനും അത് തീരുമാനിച്ചു.